സുധാകരൻ ഒരു വിമർശനം ഉണ്ടായിരുന്നു. SNDP അധികാരമുള്ളവരുടെ പുറകെ പോകുന്നത് കൊണ്ടാണ്. പിന്നെ അധികാരം ഇല്ലാത്തവരുടെ പുറകെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇറച്ചിയുള്ളിടത്തല്ലേ പിച്ചാത്ത് കയറുള്ളൂ. ഇറച്ചിയുള്ളിടത്തില്ലാത്ത പിച്ചാത്ത് വല്ലയിടത്ത് കയറുമോ? പിച്ചാത്തി ഒടിഞ്ഞു പോകല്ലേ? മരത്തട്ട് കുത്തിയാൽ എന്തായിരിക്കും? ഒടിഞ്ഞു പോകും. ഇറച്ചിയുള്ളിടത്ത് കയറും. അദ്ദേഹം പറഞ്ഞ സത്യമാണ്. അദ്ദേഹം ഭരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അതെ, അദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരുന്നപ്പോഴല്ലേ ഉണ്ടായിരുന്നത് ഈ പരിഗണനയും പരിരക്ഷയും. അധികാരമില്ലാതെ ഇപ്പൊ അദ്ദേഹത്തെ വഴിപ്പറയുന്ന പോലെ കിടക്കേണ്ട ഒരു അവസ്ഥയല്ലേ വന്നത്. അത് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ശ്രീനാരായണ ധർമ്മത്തിൽ നിന്ന് ഇപ്പൊ മാറി വ്യതിചലിച്ചിട്ടാണ് നേതൃത്വം ഉൾപ്പെടെ പോകുന്നത് എന്നുള്ള മറ്റൊരു വിമർശനം പറയുന്നുണ്ട്. ആര് പറയുന്നുണ്ട്? ജി സുധാകരൻ. ഞാൻ കേട്ടില്ല. അങ്ങനെയൊന്നും അദ്ദേഹം പറയല്ല. അദ്ദേഹം പറഞ്ഞത്, അതായത് ഈ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ധർമ്മത്തെ കുറിച്ചും ഒന്നും അറിയാത്ത ആളുകൾക്ക് പോലും SNDP യോഗം വേദി കൊടുക്കുന്നു എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ചെയ്തത്. വേദി കൊടുക്കുന്നത് അത് ശരിയായിരിക്കാം. അത് ഞാനും പറയാറുണ്ട്. ഈ എല്ലാവരും SNDP യോഗത്തിന്റെ വേദികളിൽ ശ്രീനാരായണ ധർമ്മത്തെ പറ്റിയോ ഗുരുദേവനെ പറ്റിയോ ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേർക്ക് ഞങ്ങളുടെ ആളുകൾ വേദി കൊടുക്കുന്നുണ്ട്. അത് പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഗുരുവിനെ പറ്റി അറിയാനും അറിയിക്കാനും കഴിവുള്ളതും ഗുരുവിനെ ഹൃദയപൂജ ചെയ്യുന്നതും അധർപൂജ ചെയ്യുന്നതെന്നും ഇതിനകത്ത് കയറ്റി നിർത്തി പറയിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ആ അധർപൂജ ചെയ്യാത്ത ഹൃദയപൂജ ചെയ്യുന്ന ആളുകളെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ വേദികളിൽ കൊടുക്കുന്നതായിരിക്കും അഭികാമ്യമെന്ന് ഞാൻ ഒരുപാട് പേരൊക്കെ പറയാറുണ്ട്. ചിലരെല്ലാം കേൾക്കുന്നുണ്ട്. വെള്ളം കുറേയൊക്കെ മാറിയിട്ടുമുണ്ട്. ഇപ്പൊ മുമ്പ് എങ്ങനെയായിരുന്നു? ഒരു ഗുരുദേവ മന്ദിരം സ്ഥാപിച്ച അതിന്റെ മുകളിൽ ഒരു ചന്ദ്രക്കല, ഒരു കുരിശ്, ഒരു സ്വസ്തിക്ക്, ഇതൊക്കെ മാറിയില്ലേ? അപ്പോ ഈ ഗുരുദേവ ധർമ്മം വൺ വേ ട്രാഫിക് അല്ല, എല്ലാവർക്കും ബാധകമാണ്. ഇപ്പൊ ഇത് വൺ വേ ട്രാഫിക്കാണ്. സെക്രട്ടറിയാണ് ഈ ജി സുധാകരൻ പറഞ്ഞ തന്നെയാണ്. അതായത് അദ്ദേഹം പറയുന്നത് ഈ SNDP യോഗത്തിന്റെ ലൈസൻസ് റദ്ദായ സമയത്ത് അദ്ദേഹം മന്ത്രിയായ സമയത്താണ് ലൈസൻസ് പുതുക്കാനായിട്ട് ഇടപെട്ടതെന്നും രജിസ്ട്രേഷനൊക്കെ കിട്ടിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? അല്ല, അദ്ദേഹം ഒരുപാട് സഹായങ്ങളും വ്യക്തിപരമായി എനിക്ക് ഒരുപാട് പ്രതിസന്ധി വന്ന സമയങ്ങളുണ്ട്. അതെല്ലാം അദ്ദേഹത്തിന്റെ നാക്കും പ്രസംഗങ്ങളും എനിക്ക് വളരെ സഹായകരമായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ VSN കിടന്ന് ആക്രമിച്ചപ്പോഴും ജി സുധാകരൻ അദ്ദേഹത്തിന്റെ നാവ് എനിക്ക് വളരെ പ്രയോജനം. അതുപോലെ തന്നെ അദ്ദേഹം എന്തെല്ലാം കർമ്മപദ്ധതി മുൻകൈയെടുത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ ഞാൻ അതുപോലെ അനുസരിച്ച് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു ഞങ്ങൾ രണ്ടിന് അണ്ണനും തമ്പിയാണെന്ന് ആധാര രൂപം കണ്ടുപോലും പലരും പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് വളരെ സ്നേഹമാണ്, ബഹുമാനമാണ്. പിന്നെ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളാണ്. ഈ ഉള്ള കാര്യങ്ങൾ അപ്രിയ സത്യങ്ങൾ പലതും പറയേണ്ടടുത്ത് പറയുകയും പറയാൻ പാടില്ലാത്തത് പറയാതിരിക്കുകയും ചെയ്താലേ ഈ പൊതുരംഗത്ത് പിടിച്ചു ഞാൻ നടക്കുകയുള്ളൂ. അത് പൊതുരംഗത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ചിലതെല്ലാം പറയണം, ചിലതെല്ലാം പറയാതിരിക്കണം. അദ്ദേഹം ചില കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കുറെയെല്ലാം ഉയർച്ചയ്ക്ക് ഒരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്.